ചെയ്യാം. കരങ്ങൾ തട്ടി പാസ്റ്റർ വർഗീസ് പത്രോസ് അവരുകളെ എഫേസ്യ ലേഖന പഠന ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യാം. താങ്ക് യു. പ്ലീസ് ടേക്ക് യുവർ ടൈം. താങ്ക് യു പാസ്റ്റർ. ദൈവത്തിന്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ സായന സമയത്ത് ഇപ്രകാരം ബൈബിൾ സ്റ്റഡിയുമായി നമുക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം ഒരുക്കിയ ഈ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവർക്കും എന്നെ കേൾക്കാമല്ലോ അല്ലേ? സംസാരിക്കാമെങ്കിൽ നന്നായിരുന്നു. ഓക്കെ. കേൾക്കാമോ? ഇപ്പൊ കേൾക്കാമോ? ഓഡിബിൾ ആണോ? റെസ്പോണ്ട് ചെയ്താട്ടെ. ഓഡിബിൾ ആണോ? ഞാൻ ഓഡിബിൾ ആണോ? കേൾക്കാം. ഓക്കെ, താങ്ക് യു. ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ്. നിങ്ങളെല്ലാവരെയും ഞാൻ ഈ ബൈബിൾ സ്റ്റഡിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. വിശേഷാൽ ഞാൻ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ നിറ്റ്സൺ അവർക്ക് ഞാൻ എൻ്റെ നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുകയാണ്. കർത്താവിന്റെ ദാസൻ അങ്ങനെ ഒരു ദർശനം ദൈവം കൊടുത്തല്ലോ, ഇങ്ങനെ ബൈബിൾ സ്റ്റഡീസ് കണ്ടക്ട് ചെയ്യുവാനും. താനും ഒരു ബൈബിൾ ടീച്ചർ ആണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് തൻ്റെ ആ ഒരു ഇൻട്രസ്റ്റ് ഇതിനകത്ത് ഞാൻ കാണുന്നുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ ബിലീവേഴ്സ് ഒക്കെ ആത്മീയമായി വളരുവാൻ, ദൈവമായിട്ട് കൂടുതൽ ആഴത്തിലുള്ള ഒരു ബന്ധത്തിലേക്ക് വരുവാനൊക്കെ കർത്താവിന്റെ ദാസൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെയുള്ള ബൈബിൾ കോഴ്സസ് ഒക്കെ താൻ ക്രമീകരിക്കുന്നത്. ആമേൻ. ഞാൻ ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഞാൻ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് പറഞ്ഞതുപോലെ ഇതൊരു ഇന്ററാക്റ്റീവ് മോഡ് ഓഫ് ലേണിംഗ് സിസ്റ്റം ആയിരിക്കും. കാരണം നമ്മൾ സാധാരണ കണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ ഒരു ട്രഡീഷണൽ വേ ഓഫ് ലേണിംഗ് ആണ്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായി നമ്മൾ ഇതൊരു അല്ലെങ്കിൽ ഇന്ററാക്റ്റീവ് അല്ലെങ്കിൽ ഒരു ഡയലോഗ് മെത്തഡോളജിയാണ്. പക്ഷെ നമ്മളിപ്പോൾ ഫേസ് ടു ഫേസ് അല്ലാത്തത് കൊണ്ടും ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലായതുകൊണ്ട് നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പം ഞാൻ ഈ ട്രഡീഷണൽ വേ ഓഫ് ലേണിങ്ങും അല്ലാത്ത ഈ ഫേസ് ടു ഫേസ് അല്ലെങ്കിൽ ഡയലോഗ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഇന്ററാക്റ്റീവ് മോഡുമായിട്ടുള്ള വ്യത്യാസം ഒന്ന് പറയാം. കാരണം ട്രഡീഷണൽ വേ ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത് അധ്യാപകൻ എന്തെങ്കിലും പഠിക്കുന്നു, അത് എന്ത് ചെയ്യുന്നു, വന്ന് ക്ലാസ്സിലേക്ക് വന്ന് അത് ടീച്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ പ്രീച്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ അത് പ്രസന്റ് ചെയ്യുന്നു. അവിടെ ഇരിക്കുന്ന ഓഡിയൻസ് അതെന്ത് ചെയ്യുന്നു, അത് അതുപോലെ കേൾക്കുന്നു. അത് എത്രമാത്രം അവർക്കത് റീറ്റെയിൻ ചെയ്യുവാൻ കഴിയുന്നൊന്നും ഈ അധ്യാപകനെ പഠിപ്പിക്കുന്ന ആൾക്ക് അതിനെ മെഷർ ചെയ്യാൻ കഴിയത്തില്ല. അപ്പൊ അവർ എത്രമാത്രം ആ ഇൻഫോർമേഷനെ അവർ പ്രോസസ് ചെയ്തു, അത് അവരുടെ ജീവിതത്തിൽ എത്രമാത്രം അപ്ലൈ ചെയ്തു എന്നുള്ള ആ ഒരു ട്രഡീഷണൽ മെത്തഡോളജി നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തില്ല. എന്നാൽ ഇന്ററാക്റ്റീവ് മോഡ് എന്ന് പറയുന്നത് ഇച്ചിരി വ്യത്യസ്തമാണ്. കാരണം ഈ കേൾക്കുന്ന അല്ലെങ്കിൽ ഇവിടെ പ്രസന്റ് ചെയ്യുന്ന ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ അറിവുകൾ നിങ്ങൾ അതിനെ ഉൾക്കൊള്ളുന്നു, അത് എങ്ങനെ നിങ്ങളുടെ അത് മൈൻഡിൽ നിങ്ങൾ അത് എങ്ങനെ പ്രോസസ്സ് ചെയ്യുന്നു, അത് നിങ്ങളുടെ ലൈഫിനകത്ത് എങ്ങനെ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളത് അത് അധ്യാപകൻ പഠിപ്പിക്കുന്ന ആള് അത് വളരെ അതിന് നിരീക്ഷിക്കുവാൻ കഴിയും. പിന്നെ രണ്ടാമത്തെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എല്ലാവരും, ഇപ്പൊ ഞാനൊരു അധ്യാപകനായിട്ടല്ല വന്നിരിക്കുന്നത്, ഞാനൊരു ഫെസിലിറ്റേറ്റർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആക്ച്വലി നിങ്ങളെ ഞാൻ പഠിപ്പിക്കുകയല്ല, പക്ഷെ നിങ്ങളെ ഫെസിലിറ്റേറ്റ് ചെയ്യുകയാണ്. നിങ്ങൾ പഠിക്കുവാൻ, ദൈവവചനത്തിന്റെ ആഴങ്ങൾ, സത്യങ്ങൾ മനസ്സിലാക്കി അത് നിങ്ങളുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ എല്ലാ തലത്തിലും മാറ്റമുണ്ടാകും. ഞാൻ നിന്റെ ഗോൾ പറഞ്ഞതുപോലെ നമ്മളൊരു തിയോളജിക്കൽ അറിവുകൾ തരുവാൻ വേണ്ടിയല്ല നമ്മൾ ഈ ക്ലാസ് ക്രമീകരിച്ചിരിക്കുന്നത്. നിങ്ങളുടെ തിയോളജിക്കൽ ഒരു നോളജിന്റെ ഒരു ഇൻക്രീസിന് വേണ്ടിയല്ല. പക്ഷേ ഇതിന്റെ ഉദ്ദേശം, ഇതിന്റെ ഗോൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ദൈവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കൺസെപ്റ്റിൽ അതിന് മാറ്റമുണ്ടാകണം. എന്ന് പറഞ്ഞാൽ ദൈവത്തോട് ഇത് കേൾക്കുന്നത് ദൈവത്തോട് അടുക്കുവാൻ കാരണമാകണം. മറ്റേത് നിങ്ങളുടെ ഇമോഷണൽ തലത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകണം. ചിലപ്പോൾ നിങ്ങളുടെ ഫെയ്ത്തിൽ, ചിലപ്പോൾ ലിറ്റിൽ ഫെയ്ത്ത് ആയിരിക്കും. ആ ഫെയ്ത്ത് എന്താണ്, കേൾക്കുമ്പോൾ, ഈ ദൈവവചനം കേൾക്കുമ്പോൾ ആ ഫെയ്ത്തിൽ വളരണം. മാത്രമല്ല, പിന്നെ മൂന്നാമത്തെ ഏരിയ എന്ന് പറയുന്നത് നിങ്ങളുടെ ബിഹേവിയറിനകത്ത് നിങ്ങളുടെ കണ്ടക്ട്, നിങ്ങളുടെ പെരുമാറ്റം, ഈ കേൾക്കുന്ന വചനം നിങ്ങളെ സ്വാധീനിച്ച് നിങ്ങളുടെ മനോഭാവത്തിന് മാറ്റമുണ്ടാകണം. അത് കഴിഞ്ഞ് നിങ്ങളുടെ സ്വഭാവത്തിന് മാറ്റമുണ്ടാകണം. നിങ്ങളുടെ സമസ്ത മേഖലകൾ എന്താണ്, ഒരു ഗ്രോത്ത് ഉണ്ടാകണം. നിങ്ങൾ ദൈവത്തോട് അടുക്കണം. ഇതാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. അല്ലാതെ വെറും ഒരു തിയോളജിക്കൽ നോളേജ് നിങ്ങൾക്ക് കൈമാറി നിങ്ങളുടെ കയ്യടി വാങ്ങിച്ച്, അല്ലെങ്കിൽ നിങ്ങൾ പറയും ഓക്കെ നല്ല ക്ലാസ് ആയിരുന്നു, ഓക്കെ ആണ്, അതൊന്നും കേൾക്കുവാൻ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ എൻ്റെ താല്പര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ
നിങ്ങൾക്ക് ഒരു സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാകണം, നിങ്ങൾ ദൈവത്തോട് അടുക്കണം. നമുക്കറിയാം ഈ ലേഖനം, പ്രത്യേകിച്ച് ഈ ഇന്ന് പഠിക്കാൻ പോകുന്ന ഒരു ബുക്ക് എന്ന് പറയുന്നത്, ലേഖനം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ലേഖനമാണ് എഫീഷ്യ ലേഖനം. ഓക്കെ, അപ്പൊ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് ചില മലയാളം മിക്സ്ഡ് ആയിരിക്കും, ഇംഗ്ലീഷും മലയാളം ഒക്കെ മിക്സ്ഡ് ആയിരിക്കും. അപ്പം ഞാൻ വിചാരിക്കുന്നു അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടും തീർച്ചയായിട്ടും. അപ്പൊ ഇന്നത്തെ നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ലേഖനം എന്ന് പറഞ്ഞ് പാസ്റ്റർ പറഞ്ഞതുപോലെ ബുക്ക് ഓഫ് എഫീഷ്യൻസ് ആണ്. അപ്പൊ അതിന്റെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ തരുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷേ ഞാൻ ചോദിക്കാൻ പോവുകയാണ്, നിങ്ങൾ ആരെങ്കിലും ഈ ബുക്ക് നേരത്തെ വായിച്ചിട്ടുണ്ടോ? ഞാൻ ഈ ഗ്രൂപ്പിനകത്ത് ഇട്ടിരുന്നു നിങ്ങളിത് വായിക്കണമെന്ന്. സോ ഡിഡ് എനിബഡി ഗെറ്റ് എ ചാൻസ് ടു റീഡ് ദിസ് ബുക്ക്? And you have to please respond. Okay, very good, very good. So brother Reggie വായിച്ചെന്നാ പറയുന്നത്. So can you give me some idea about what is the theme of this book? എന്താണ് ഈ ബുക്കിൽ പറയുന്ന തീം എന്താണ്? ആ ഒരു വിശ്വാസത്തിലേക്ക് വളർത്തുക, അല്ലെങ്കിൽ ക്രിസ്തുവോളം വളർത്തുക, അല്ലെങ്കിൽ ആ ഒരു എൻലൈറ്റ്മെന്റ് ആണ് ഇതിൽ കൂടെ ഉദ്ദേശിക്കുന്നത്. Okay, very good, very good. Any other point that you want to include? മെസ്സേജും വരുന്നുണ്ട്. Okay, all right. Let me see that. Christ and the Church. This is from Sherin. Okay, very good. So, actually, ശരിയാണ് പറഞ്ഞത്. പൗലോസ് അപ്പോസ്തലൻ സഭയെക്കുറിച്ചാണ് എഴുതുന്നത്. ഓൾറൈറ്റ്. അപ്പൊ സഭ എന്താണ്? സഭയുടെ ക്യാരക്ടറിസ്റ്റിക്സ്, സഭയുടെ സഭയുടെ ക്യാരക്ടറിനെ കുറിച്ച്, സഭ എങ്ങനെ ആയിരിക്കണം അതിനെക്കുറിച്ചും ഈ ഒരു റെവലേഷൻ ആണ് പൗലോസ് അവിടെ തരുന്നത്. ഓക്കെ, ഞാൻ അതിന്റെ ഡീറ്റെയിലേക്ക് വരികയാണ്. പക്ഷെ ഇതാണ് അതിനകത്ത് പൗലോസ് പറയുന്നത്. പിന്നെന്താണ് പറയുന്നത്? കൃപയാലുള്ള രക്ഷ, കൃപയാലുള്ള രക്ഷ ഒരു പ്രവൃത്തി കൊണ്ടൊന്നും അല്ല സാധിക്കുന്നത്, എല്ലാം ഇറ്റ്സ് ബൈ ഗ്രേസ് ദാറ്റ് രക്ഷയുടെ അനുഭവം വരുന്നുള്ളത്. യെസ്, വെരി ഗുഡ്. അപ്പൊ ഇതിന്റെ ശരിക്കും പറഞ്ഞാൽ 1 മുതൽ 3 വരെയും പറഞ്ഞ പോലെ പോൾ സ്പീക്സ് അബൌട്ട് ദ ചർച്ച്. അപ്പം ദൈവത്തിന്റെ ചർച്ച് വാസ് ഗോഡ്സ് പ്ലാൻ. അപ്പം ഈ ചർച്ച് എന്താണെന്നും, വാട്ട് ഈസ് ചർച്ച് ആൻഡ് വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ചർച്ച് ആൻഡ് ഹൗ എ ബിലീവർ ഈസ് ഇൻ ദ ചർച്ച്, ഹൗ എ ബിലീവർ ലിവ്സ് ഇൻ ദ ചർച്ച്, ആ ഒരു കാര്യങ്ങളെല്ലാം പൗലോസ് പറഞ്ഞു വെച്ച് ഇതിന്റെ സെക്കൻഡ് ഹാഫ്, അതായത് 4-ാം അധ്യായം മുതൽ ഇതിന്റെ 6-ാം അധ്യായം വരെയും പൗലോസ് പറയുന്നത് ഇൻ ദ ലൈറ്റ് ഓഫ് ഓൾ ദോസ് റെവലേഷൻസ്, ഇൻ ദ ലൈറ്റ് ഓഫ് ദ ചർച്ച്, how a believer is to live in this earth. അതിനെക്കുറിച്ചാണ് ഞാൻ ഇത്രയും ബ്രീഫായിട്ട് പറഞ്ഞത്. എങ്കിലും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വരികയാണ്. സോ താങ്ക് യു. നിങ്ങളുടെ റെസ്പോൺസിന് ഞാൻ നന്ദി പറയുന്നു. അപ്പോൾ ഏതൊരു ലേഖനം നമ്മൾ പഠിക്കുന്ന മുമ്പേ അതിൻ്റെ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓവർവ്യൂ, ഈ ലേഖനം എന്താണ്, ഈ ബുക്ക് കംപ്ലീറ്റ് പറയുന്നതിനെ കുറിച്ച് ഒരു ഐഡിയ നമുക്ക് എപ്പോഴും കിട്ടുന്നത് നല്ലതാണ്. ഓക്കെ, രണ്ടാമത് ഈ ലേഖനം എഴുതിയ ലേഖകനെ കുറിച്ച് നമുക്ക് എന്താണ് ഉണ്ടാവണം, ഒരു അറിവുണ്ടായിരിക്കണം. We should know his profile, because God has used that person to communicate his message to the original audience. ഈ ഒറിജിനൽ ഓഡിയൻസിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി അന്നത്തെ കോണ്ടെക്സ്റ്റിൽ, അന്നത്തെ കൾച്ചറിൽ ദൈവം ഉപയോഗിച്ച ആ ഒരു ഓഥർ, ഹ്യൂമൻ ഓഥറിനെ കുറിച്ച് നമുക്ക് അറിയേണ്ട ആവശ്യമാണ്. എന്നാലേ നമുക്ക് ദൈവത്തിന്റെ ആ ശരിക്കും എന്താണ് ദൈവം ഉദ്ദേശിക്കുന്ന കാര്യമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് ഇന്ന് നോക്കാൻ പോകുന്നത് പൗലോസിനെ കുറിച്ചാണ് നാം നോക്കാൻ പോകുന്നത്. ഇതിന്റെ എഴുത്തുകാരൻ പൗലോസ് ആണ്. So I'll give you a little background about Paul. The context that he was writing this letter to the believers in Ephesians. So നമുക്ക് പൗലോസിനെ കുറിച്ച് അറിയാം. We know his background. നമുക്ക് പൗലോസിനെ കുറിച്ച് അറിയാം. Before coming to Christ, പൗലോസ് കർത്താവിനെ അറിയുന്നതിന് മുമ്പേ he was a Jew, he was a Pharisee. All right. അപ്പം പ്രത്യേകിച്ച് നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 22-ാം അധ്യായം
ഒക്കെ അതിനകത്ത് പൗലോസിന് സാക്ഷ്യം പറയുന്നുണ്ട്, ഹൂ ഹി വാസ്. ഓൾറൈറ്റ്. അപ്പൊ പൗലോസിന്റെ ഒറിജിനൽ പേരെന്ന് പറയുന്നത് ശൗലായിരുന്നു. എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? I hope everybody knows this. അപ്പൊ പൗലോസിന്റെ ശരിയായ ഹീബ്രു നെയിം എന്ന് പറയുന്നത് ശൗലായിരുന്നു. പക്ഷെ ഈ പൗലോസ് ജനിച്ചത് എവിടെയാണെന്ന് നിങ്ങൾക്ക് വല്ല അറിയാമോ? ആർക്കെങ്കിലും പറയാമോ? പൗലോസ് എവിടാ ജനിച്ചത്? യെസ്. അപ്പോസ്തലപ്രവൃത്തി 22-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ പൗലോസ് തന്നെ എന്താണ്? പൗലോസ് തന്നെ ഈ കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. താൻ തർസോസ് എന്ന് പറയുന്ന പട്ടണത്തിൽ താൻ ജനിച്ചു. അപ്പം കിലിക്കിയ എന്ന് പറയുന്നത് ഒരു റോമൻ പ്രൊവിൻസ് ആയിരുന്നു. ഒരു റോമൻ പ്രൊവിൻസിൽ ഒരു പട്ടണമായ തർസൂസ് എന്ന് പറയുന്ന പട്ടണത്തിൽ പൗലോസ് ജനിച്ചു. അപ്പം പ്രത്യേകിച്ചും ഒരു റോമൻ പ്രൊവിൻസ് ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും പൗലോസിന് റോമ പൗരത്വം ഉണ്ടായിരുന്നു. മാത്രമല്ല താൻ അവിടെ ഗ്രീക്കിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് താൻ ഗ്രീക്കിന്റെ കൾച്ചറും ഗ്രീക്ക് ലാംഗ്വേജ് ഇതൊക്കെ വളരെ നന്നായി താൻ എന്ത് ചെയ്യുന്നു, പഠിച്ചിരുന്നു. പിന്നെ തൻ്റെ ഒരു നല്ല പ്രായത്തിൽ, ഒരു യൗവനത്തിൽ താൻ യെരൂശലേമിൽ വരികയും അവിടെ ഗമാലിയേൽ എന്ന് പറയുന്ന ഒരു റബി, ജൂയിഷ് റബിയുടെ കീഴിൽ താൻ യഹൂദ നിയമങ്ങൾ പഠിക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ താൻ യഹൂദ നിയമങ്ങൾ പഠിച്ച് താൻ യഹൂദ മതത്തിൽ അല്ലെങ്കിൽ ജൂയിഷ് ലോയിൽ താൻ ഒരു ശരിക്കും പറഞ്ഞാൽ ഡോക്ടറേറ്റ് എടുത്തു എന്ന് വേണമെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ നമുക്ക് പറയുവാൻ കഴിയും. സോ ദാറ്റ് വാസ് ഹിസ് പ്രൊഫൈൽ. അദ്ദേഹം പിന്നെ പരീശനായിരുന്നു, പിന്നെ സെൻഹെഡ്രിൻ കൗൺസിലിലെ മെമ്പർ ആയിരുന്നു. ഇതൊക്കെ നമ്മൾ ഈ ബൈബിളിനകത്ത് നമ്മൾ അപ്പോസ്തലപ്രവൃത്തി വായിക്കുമ്പോൾ പൗലോസിനെ കുറിച്ചൊരു ബാക്ക്ഗ്രൗണ്ട് ഇൻഫോർമേഷൻ നമുക്കവിടെ കിട്ടുന്നുണ്ട്. ഈ ബാക്ക്ഗ്രൗണ്ട് ഇൻഫോർമേഷൻ അത് നമ്മുടെ പഠനത്തെ കുറച്ചുകൂടെ ആഴങ്ങളിൽ നമുക്ക് പൗലോസിന്റെ ക്യാരക്ടർ, പൗലോസിന്റെ ആ ബാക്ക്ഗ്രൗണ്ടിനെ ദൈവം എങ്ങനെ ഉപയോഗിച്ചു എന്നൊക്കെ ഉള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ ഇടയായിത്തീരും. അതുകൊണ്ടാണ് ഞാൻ ഇതേ കാര്യങ്ങളെല്ലാം പറയുന്നത്. സോ പൗലോസിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ജൂയിഷ് ലോയില്, യഹൂദന്മാരുടെ നിയമത്തിൽ, ന്യായപ്രമാണത്തിൽ താൻ എന്ത് ചെയ്തു, ഡോക്ടറേറ്റ് എടുത്ത മനുഷ്യനായിരുന്നു. അപ്പോൾ ഭയങ്കരമായ ഇന്റലിജന്റ് ഒരു മനുഷ്യനായിരുന്നു. റൈറ്റ്, ഹി വാസ് വെരി ഇന്റലിജന്റ് ആൻഡ് he was outspoken. So താൻ പരീശനായിരുന്നു, സൻഹെഡ്രിൻ കൗൺസിലിലെ മെമ്പർ ആയിരുന്നു. പിന്നെ മാത്രമല്ല താൻ യഹൂദ മതത്തിൽ ഭയങ്കര എരിവുള്ളവനായിരുന്നു. അപ്പം ഈ പൗലോസ് രംഗത്ത് വരുമ്പോൾ നാം കാണുന്ന അപ്പോസ്തലപ്രവൃത്തി പൗലോസിനെ നാം കാണുമ്പോൾ ശരിക്കും യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിന് ശേഷമാണ്, അല്ലെങ്കിൽ യേശു ക്രിസ്തു എഴുന്നേറ്റതിന് ശേഷം എനിക്ക് തോന്നുന്ന AD 35 ആ സമയങ്ങളിലാണ് ശരിക്കും പൗലോസിനെ നാം കാണുന്നത്. ഓക്കെ, നേരം കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാര് പ്രത്യേകിച്ചും പെന്തക്കോസ് ആ പെരുന്നാൾ പരിശുദ്ധാത്മാവിന്റെ ഔദ്യോഗികമായി പരിശുദ്ധാത്മാവ് സഭയുടെ മേൽ വന്നതിന് ശേഷം സഭ പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ ആ സമയത്താണ് നാം പൗലോസിനെ കാണുന്നത്. അപ്പൊ പൗലോസിനെ കാണുന്നത് താൻ സഭയെ ഉപദ്രവിക്കുന്നവനായിട്ടാണ് നാം കാണുന്നത്. You know, when we see him in the book of Acts, we see him as a chief persecutor of the church. ശരിക്കും പറഞ്ഞാൽ he was a defender of Jewish faith. താൻ യഹൂദ മതത്തെ പ്രതിരോധിക്കുന്ന അല്ലെങ്കിൽ ഡിഫെൻഡ് ചെയ്യുന്ന ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. So he was a Jewish defender and he was a Jewish mission because he was sent on a mission. In Acts 9, when you see നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായം കാണുമ്പോൾ he was on a mission. He was sent on a mission. Somebody had switched on the mic. All right. അപ്പം when you look at chapter 9, Acts chapter 9, you will find that Paul was on a mission to exterminate the Christians. So he was on his way to Damascus. He was on his way to Damascus. Then he had an encounter with the Christ. So adana തന്നെ എന്ത് ചെയ്യുന്നത്, ഈ കൺവേർഷനിലേക്ക് അല്ലെങ്കിൽ കർത്താവിന്റെ ശിഷ്യനായി മാറുവാനുള്ള സാഹചര്യം അങ്ങനെയാണ് പൗലോസിന്റെ ജീവിതത്തിൽ ഉണ്ടായത്. റൈറ്റ്. സോ
കർത്താവിൽ വരുന്നതിന് മുമ്പേ he was a strong defender of Jewish faith and he was on a mission. He was an apostle of Jewish religion. യഹൂദ മതത്തിന്റെ ഒരു അപ്പോസ്റ്റലായിരുന്നു. But when he came to Christ, താൻ കർത്താവിനെ അറിഞ്ഞപ്പോൾ, കർത്താവുമായി ഒരു എൻകൗണ്ടർ ഉണ്ടായപ്പോൾ, പ്രത്യേകിച്ച് നമുക്കത് കാണാൻ കഴിയുന്നത് അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിൽ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നു the background of his conversion, right? പെട്ടെന്നൊരു വെളിച്ചം കണ്ടു, അങ്ങനെ താൻ ബ്ലൈൻഡായി വീഴുകയും കർത്താവിന്റെ ശബ്ദം കേൾക്കുകയും ആ കാര്യങ്ങളൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണ് താൻ പിന്നെ ഈ വിശ്വാസത്തിൽ വരുന്നത്. അപ്പം യേശു ക്രിസ്തുവിനെ താൻ എതിർത്തിരുന്നു. കാരണം എന്തുകൊണ്ടാണ് പൗലോസ് യേശു ക്രിസ്തുവിനെ എതിർത്തിരുന്നത്? ബിക്കോസ് താൻ ന്യായപ്രമാണം വായിച്ചപ്പോൾ തനിക്ക് മനസ്സിലായത് മെസ്സിയ വിൽ കം. ഒരു മെസ്സിയാനെ കുറിച്ച് ന്യായപ്രമാണത്തിൽ പറയുന്നുണ്ട്, മോശയുടെ നിയമങ്ങളൊക്കെ പറയുന്നുണ്ട്. ബട്ട് the Jesus the apostles were preaching did not fit into the picture of Paul's picture of Jesus. പൗലോസ് ചിന്തിക്കുന്ന അല്ലെങ്കിൽ പൗലോസിന്റെ മനസ്സിലുള്ള ആ ഒരു പിക്ചർ, യേശുവിനെ കുറിച്ച്, മെസ്സിയയെ കുറിച്ചുള്ള ഒരു പിക്ചറിൽ ഈ അപ്പോസ്തലന്മാരെ പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്ന യേശുവിന്റെ ആ ഒരു കാര്യങ്ങളൊന്നും ഇതിനകത്ത് പൗലോസിന് ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല. കാരണം they were preaching a different Christ. This is what Paul thought. പൗലോസ് ചിന്തിച്ചത് കാരണം യഹൂദന്മാരുടെ കാഴ്ചപ്പാടനുസരിച്ച് മെസ്സിയ വരുന്നെന്ന് പറഞ്ഞാൽ he will be a political liberator. കാരണം പൊളിറ്റിക്കലി രാഷ്ട്രീയപരമായി വന്നിട്ട് അവരുടെ രാജ്യത്തിനൊരു ഒരു വിടുതൽ കൊടുക്കുവാൻ, അല്ലെങ്കിൽ അവരുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കൊടുക്കുവാനാണ് അവൻ മെസ്സിയ വരുന്ന ഒരു പൊളിറ്റിക്കൽ ലീഡറായിട്ടാണ് യഹൂദന്മാർ കണ്ടിരുന്നത്. അതുകൊണ്ട് ഒരിക്കലും പൗലോസിന് ഒരിക്കലും ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല. ഇവർ പ്രസംഗിക്കുന്ന യേശുവിനെ കുറിച്ച് പൗലോസിന് ഒരിക്കലും ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല. കാരണം പൗലോസിന്റെ ചിന്തയിലും പൗലോസിന്റെ മനസ്സിലുള്ള എന്ന് പറഞ്ഞാൽ ദാവീദിന്റെ സന്തതിയായി ഒരു രാജാവായി അല്ലെങ്കിൽ ഒരു പ്രിൻസായി വരും, ആ യഹൂദന്മാരെ, ഇസ്രായേലിനെ റോമാ സാമ്രാജ്യത്തിന്റെ സാമ്രാജ്യത്തിൽ നിന്നും വിടുവിക്കും, ലിബറേറ്റ് ചെയ്യുമെന്നാണ് പൗലോസ് വിശ്വസിച്ചത്. അങ്ങനെയാണ് പൗലോസ് ഈ ക്രിസ്തീയ മതത്തെ അല്ലെങ്കിൽ ഈ വഴിയെ ഇതിനെ ഉന്മൂലമാക്കുവാൻ പൗലോസ് പുറപ്പെടുന്നതും പൗലോസിന് അങ്ങനെ യേശു ക്രിസ്തുമായി ഒരു എൻകൗണ്ടർ ഉണ്ടാവുകയും അത് പൗലോസിന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. നമുക്ക് കാണാൻ കഴിയുന്ന 9-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് പൗലോസ് ആരെ എതിർത്തോ യേശു ക്രിസ്തു ദൈവമല്ല, ദൈവപുത്രനല്ല എന്ന് പറഞ്ഞു നടന്ന ആള് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന 9-ാം അധ്യായത്തിൽ കാണാൻ കഴിയുന്നത് യേശു കർത്താവ് തന്നെ ദൈവപുത്രനെ താൻ അവിടെ പ്രസംഗിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇതാണ് പൗലോസിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്. പൗലോസ് അതിന് ശേഷം നമുക്ക് അപ്പോസ്തല പ്രവൃത്തി നമുക്ക് കാണാൻ കഴിയുന്നത് താൻ ബർന്നബാസ് തന്നെ എന്ത് ചെയ്യുകയാണ്, അന്ത്യോക്യയിൽ കൂട്ടിക്കൊണ്ടു പോകുന്നു. അവിടെ അതിനുശേഷം പൗലോസ് മിനിസ്ട്രിയിലേക്ക് പ്രവേശിക്കുകയാണ്. അതിനുശേഷം പൗലോസ് പല മിഷണറി യാത്രകൾ നടത്തി. ഓക്കെ, ഇപ്പൊ 2ാമത്തെ മിഷൻ യാത്രയിൽ താൻ പല രാജ്യങ്ങളിൽ കൂടി കടന്നുപോയപ്പോൾ എഫെസോസിൽ കൂടി കടന്നുപോയി. എഫെസോസ് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട റോമൻ ഒരു പ്രോവിൻസ് ആയിരുന്നു, ഒരു വലിയ പട്ടണമായിരുന്നു. അപ്പോൾ അവിടേക്ക് എന്ത് ചെയ്തു, പൗലോസ് പോയി. അവിടെ അധികം ആ സമയങ്ങളൊന്നും പൗലോസ് ചെലവഴിച്ചില്ല. പക്ഷേ താൻ അവിടെ ശക്തമായി AD 53 പൗലോസിന്റെ ആദ്യത്തെ ഫസ്റ്റ് വിസിറ്റ് തന്നെ എന്ത് ചെയ്തു, അവിടെ എഫെസോസിൽ സഭ സ്ഥാപിച്ചു. 2ാമത്തെ മിഷണറി യാത്രയിൽ ഏകദേശം 2 വർഷത്തിന് ശേഷം താൻ വീണ്ടും അവിടെ വരികയും ഏകദേശം 3 വർഷം അവിടെ പാർത്തുകൊണ്ട് താൻ എന്ത് ചെയ്തു, ആ സഭയെ വളർത്തിയെടുത്തു എന്നാണ് നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അപ്പോസ്തല പ്രവൃത്തി പ്രത്യേകിച്ചും 18ഉം 19ഉം ഒക്കെ വായിക്കുമ്പോൾ ഇതിന്റെ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസുകൾ അവിടെ കിട്ടുവാൻ ഇടയായിത്തീരും. ഞാൻ നിങ്ങളുടെ മുമ്പിൽ കുറച്ച് സ്ക്രീൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഞാനൊരു പവർ പോയിന്റ് പ്രസന്റേഷൻ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ വ്യക്തമായ കാര്യങ്ങൾ മനസ്സിലാകും. ഓക്കെ,
ഞാൻ ഈ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. പാസ്റ്റർ എനിക്കൊന്ന് എനേബിൾ ചെയ്യാമോ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാനായിട്ട്? ഷുവർ. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ? യെസ്. വെരി ഗുഡ്. ഓക്കെ. ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്. You can read that in English. Paul's Hebrew name was Saul, a Jew from tribe of Benjamin. You can find that detail in Philippians chapter 3 verse 5. ഫിലിപ്പിയ ലേഖനം 3:5 പറയുന്നുണ്ട്. Paul himself says that he belongs to a tribe of Benjamin. Then he was a member of the Pharisee. As I just said, ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ അദ്ദേഹം ഒരു പരീശനായിരുന്നു. അപ്പോസ്തലപ്രവൃത്തി 26:5 ഫിലിപ്പിയ ലേഖനം 3:5 അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. പിന്നെ താൻ തെർസോസ് എന്ന പട്ടണത്തിൽ ജനിച്ചു. കിലിക്യ എന്ന ആ പ്രവിശ്യയിലാണ് ജനിച്ചത്. തനിക്ക് റോമ പൗരത്വം ഉണ്ടായിരുന്നു. ഇതെല്ലാം he was brought up in Jerusalem under Rabbi Gamaliel and was trained in Jewish laws and the customs. Zealous for the law, Paul became the chief persecutor of the early church. Acts 22 നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. And before his conversion, when Jesus appeared to him on the road to Damascus. അപ്പോൾ ഇത് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. But following his conversion, Paul began to proclaim Jesus as Savior. He traveled to Ephesus and ministered there for almost 3 years. അപ്പോസ്തലപ്രവൃത്തി 20 അതിന്റെ 31 വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവിടെ 3 വർഷത്തോളം അപ്പോസ്തലൻ അവിടെ എന്ത് ചെയ്തു? പൗലോസ് അവിടെ എഫെസോസ് എന്ന് പറയുന്ന പട്ടണത്തിൽ താൻ അവിടെ സഭയെ വളർത്തി, അവിടെ താമസിച്ചുകൊണ്ട് എന്ത് ചെയ്തു? ആ ദൈവസഭയെ വളർത്തി എന്ന് നമുക്ക് കാണാൻ കഴിയും. After Paul departed from Ephesus, he left Timothy to combat false teaching. Few years later, he was sent as prisoner to Rome. Paul wrote this letter to the church at Ephesus probably in AD 61 and sent it through Tychicus who had come there. അപ്പം AD 61 പൗലോസിനെ നമുക്കറിയാം. പൗലോസിന് പിന്നെ റോമിലേക്ക് കൊണ്ടുപോയി അല്ലെ. അവിടെ കൈസറിന് മുമ്പേ തനിക്ക് ട്രയൽ നടത്തുവാൻ വേണ്ടി തന്നെ അവിടെ വിചാരണ ചെയ്യാൻ വേണ്ടി അവിടെ കൊണ്ടുപോയി എന്നതൊക്കെ നമുക്ക് പിന്നെ അപ്പോസ്തലപ്രവൃത്തിയിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെ തൻ്റെ ആദ്യത്തെ പിന്നെ ജയിൽ കാലയളവ് തനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഹൗസ് അറസ്റ്റിലായിരുന്നു പൗലോസ്. ആ സമയത്ത് പൗലോസിന് അല്പം സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ബിക്കോസ് ഹി വാസ് അണ്ടർ ഹൗസ് അറസ്റ്റ്. കാരണം ആ സമയത്ത് പലരും തന്നെ കാണാൻ വരികയും അങ്ങനെ കൊലോസിയ എന്ന് പറയുന്ന പട്ടണത്തിൽ ഏകദേശം 100 മൈലോളം എഫെസോസ് പട്ടണത്തിൽ നിന്ന് ദൂരെ സ്ഥിതി ചെയ്യുന്ന പിന്നെ കൊലോസിയ എന്ന് പറയുന്ന പട്ടണത്തിൽ അവിടെ ഒരു സഭയുണ്ടായിരുന്നു. ആ സഭയിലെ പാസ്റ്റർ ആയിരിക്കുന്ന ടൈക്കിക്കസ് തന്നെ ജയിലിൽ സന്ദർശിക്കുവാൻ വരികയും അങ്ങനെ ടൈക്കിക്കസിന്റെ കൈവശം കൊടുത്തയച്ച ഒരു ലേഖനമാണ്. പ്രത്യേകിച്ചും നമുക്കറിയാം പൗലോസിന്റെ ലേഖനങ്ങളൊക്കെ വായിക്കുമ്പോൾ പൗലോസ് ലേഖനങ്ങൾ എഴുതുന്നത് എന്തെങ്കിലും ഒരു കാരണം കാണും. ചിലപ്പം എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ആയിരിക്കും, സഭ പോകുന്ന ഒരു ഇഷ്യൂസിനെ അതിന് ഒരു പരിഹാരം കൊടുത്തുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അതിന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടൊക്കെ ആയിരിക്കും പൗലോസ് സാധാരണ തന്റെ കത്തുകൾ എഴുതുന്നത്. പക്ഷെ ഇതിനകത്ത് പ്രത്യേകിച്ചും അങ്ങനെ ഒരു റീസൺ ഒന്നുമില്ല. കാരണം എഫെസോസ് സഭ വളരെ നല്ലൊരു സഭയാണ്. സഭയെക്കുറിച്ച് സഭ വളരെ പേരുകെട്ട സഭയാണ്. അവർ വിശ്വാസത്തിൽ വളരെ മുന്നേറിക്കൊണ്ടിരുന്ന ഒരു സഭയാണ്. പ്രത്യേകിച്ചും ഒരു ഇഷ്യൂസ് ഒന്നും ആ സഭയിൽ ഇല്ലായിരുന്നു. എങ്കിലും ആ സഭയെ ഒന്ന് ബലപ്പെടുത്തുവാൻ, അവരെ ഒന്ന് ഉറപ്പിക്കുവാൻ വേണ്ടി, ധൈര്യപ്പെടുത്തുവാൻ വേണ്ടി പൗലോസ് എഴുതിയ ഒരു ലേഖനമാണ്. പക്ഷെ ഇത് ഭയങ്കര പ്രധാനപ്പെട്ട ഒരു ലേഖനമാണ്. ഈ ലേഖനത്തെ കുറിച്ച് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എന്താണ്? ലേഖനങ്ങളുടെ റാണി, ക്വീൻ ഓഫ് എപ്പിസൽസ് എന്ന് ചില വേദപണ്ഡിതന്മാർ പറയുന്നുണ്ട്. അപ്പം
ഇതിന്റെ തിയോളജിക്കൽ വാല്യൂസിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഞാൻ ഇവിടെ എഴുതി വെച്ചതുപോലെ ഈ PPTയിൽ പ്രസന്റ് ചെയ്തതുപോലെ ഇതിന്റെ തിയോളജിക്കൽ വാല്യൂസ്, ഗോഡ്സ് ഗ്രാൻഡ് പ്ലാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും നമ്മൾ ഈ ദൈവത്തിന്റെ പദ്ധതിയെക്കുറിച്ച് പൗലോസ് വളരെ മനോഹരമായി ഈ ലേഖനത്തിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. നമുക്കത് കാണുവാൻ കഴിയും. എന്താണ് എന്താണ് ദൈവത്തിന്റെ പദ്ധതി? വാട്ട് ഈസ് ഗോഡ്സ് പ്ലാൻ? ആ ഗ്രാൻഡ് പ്ലാനിനെ കുറിച്ചൊരു ഐഡിയ നമുക്ക് പൗലോസ് തരുന്നുണ്ട്. ഇവിടെ പറയുന്നത്, the first half of Ephesians unfolds the grand narrative of God's salvation of the whole cosmos. Even before the foundation of the world, God graciously chose us in Christ for relationship with him to live out his purpose in the world. At the core of this purpose, God will gather up all things in heaven and earth. To put it differently, God will restore the whole cosmos under Christ once broken by sin. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ദൈവത്തിന്റെ പദ്ധതി, ഗോഡ്സ് ഗ്രാൻഡ് പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അബൌട്ട് ദ ചർച്ച്. ദൈവസഭയാണ് ദൈവത്തിന്റെ ഗ്രാൻഡ് പ്ലാനിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ദൈവത്തിന്റെ സഭ. അപ്പൊ ആ ദൈവത്തിന്റെ സഭയെ കുറിച്ച് ഒരു ആ ദൈവത്തിന്റെ സഭയുടെ സ്വഭാവം എന്താണ്? വാട്ട് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗോഡ്സ് ചർച്ച്? ആ സഭയിൽ കൂടിയുള്ള ബ്ലെസ്സിങ്സ് എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ 1-ാമത്തെ അധ്യായത്തിൽ അവൻ പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ സ്പിരിച്വൽ വാല്യൂസ്, തിയോളജിക്കൽ വാല്യൂസ് നമുക്കറിയാം. തിയോളജിക്കൽ വാല്യൂ അല്ലെങ്കിൽ ദൈവശാസ്ത്രപരമായ ഇതിന്റെ മൂല്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആ വലിയ പദ്ധതി, ലോക സ്ഥാപനത്തിന് മുമ്പേ തന്നെ ദൈവം സഭ എന്ന് പറയുന്ന ഒരു സങ്കല്പം ദൈവത്തിനുണ്ടായിരുന്നു. ഇറ്റ് വാസ് ഇൻ ദ മൈൻഡ് ഓഫ് ഗോഡ്. സോ ഹൗ ദിസ് ചർച്ച് കേം ഇൻ ടു എക്സിസ്റ്റൻസ്, ഈ സഭയിൽ കൂടി എന്തൊക്കെയാണ് ദൈവം അനുഗ്രഹങ്ങൾ തന്നിരിക്കുന്നത്, ഈ സഭ യാഥാർത്ഥ്യമായത് എങ്ങനെയാണ്? ഇറ്റ് ഈസ് ഓൺലി ത്രൂ ക്രൈസ്റ്റ്. സോ ക്രൈസ്റ്റ്, it is only through the relationship with Christ that we receive our blessings. അപ്പോൾ ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ കൂടി മാത്രമേ നമുക്ക് ആ ദൈവം നമുക്ക് തന്ന അനുഗ്രഹങ്ങളെ നമുക്ക് അനുഭവിക്കാൻ കഴിയത്തുള്ളൂ. So in chapter 1, this is all about the spiritual blessings. ക്രിസ്ത്യൻ ഒരു ദൈവഭക്തന്റെ അല്ലെങ്കിൽ ഒരു ദൈവ പൈതലിന്റെ ആത്മീയ അനുഗ്രഹങ്ങളെ കുറിച്ച് വർണ്ണിച്ചിരിക്കുകയാണ്. അത് നമുക്ക് വളരെ സിസ്റ്റമാറ്റിക്കലി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുമെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാട് ഒക്കെ മാറുവാനിടയായി തീരും. നമ്മൾക്ക് ദൈവത്തോടുള്ള ബന്ധത്തിന് അത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുവാനിടയായി തീരും. So let us look at the spiritual values. So God's restoring work centered in Christ involves human beings both as recipients of God's grace and as participants in his ongoing work of gracious restoration. We are saved by grace because of faith, not because of works. So ഇതിന്റെ സ്പിരിച്വൽ വാല്യൂ എന്ന് പറയുന്നത്, നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ നാം രക്ഷ പ്രാപിച്ചിരിക്കുന്നത് വിശ്വാസത്താലാണ്. കൃപയാൽ, വിശ്വാസത്താൽ, നമ്മുടെ പ്രവൃത്തി കൊണ്ടല്ല. കാരണം അപ്പോസ്തലനായ പൗലോസ് ഗലാത്യരുടെ ലേഖനത്തിൽ പറയുന്നുണ്ട്, റോമാ ലേഖനത്തിൽ പറയുന്നുണ്ട്, അതായത് പ്രവൃത്തിയാൽ ആരും എന്ത് ചെയ്യുന്നില്ല, ദൈവത്തിന് നീതീകരണം പ്രാപിക്കുന്നില്ല. ന്യായപ്രമാണത്തിൽ ആർക്കും നീതീകരണം പ്രാപിക്കുവാൻ കഴിയത്തില്ല. നമ്മൾ റോമാലേഖനം വായിക്കുന്ന നമുക്ക് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു, സകല ലോകവും എന്താണ്? All the world has sinned. Everybody has sinned. Praise God. Those who didn't have the gospel, they have also sinned. Even those who had the law, they also could not live up to the standard of God. അപ്പം ന്യായപ്രമാണം ഇല്ലാത്തവർക്കും ദൈവത്തെ അറിയുവാനുള്ള ഭാഗ്യം ദൈവം കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം എന്താണ്? പ്രപഞ്ചത്തിൽ കൂടി, തന്റെ സൃഷ്ടിയിൽ കൂടിയൊക്കെ ദൈവത്തിന്റെ അദൃശ്യമായ ആ ദൈവികത്വവും ദൈവത്തിന്റെ സ്വഭാവങ്ങളും എല്ലാം ദൈവം വെളിപ്പെടുത്തിയിട്ടും മനുഷ്യൻ എന്ത് ചെയ്തില്ല? They willfully ignored God. അപ്പോൾ ഒരു വിൽഫുൾ ഇഗ്നോറൻസ് എന്ന് പറയുന്നത് ഒരു വലിയ അപകടമാണ്. Praise God. അപ്പോൾ നമ്മൾ ഒരിക്കലും ദൈവത്തെ എന്ത് ചെയ്യണം? വിൽഫുള്ളി നമുക്ക് ഒരിക്കലും ഇഗ്നോർ ചെയ്യാൻ പാടില്ല. മനുഷ്യന്റെ ഏറ്റവും വലിയ തെറ്റെന്ന് പറഞ്ഞാൽ എന്താണ്? സത്യത്തെ അറിഞ്ഞിട്ടും അതിനെ ഇഗ്നോർ ചെയ്യാന്ന് പറഞ്ഞത് വലിയൊരു പാപമാണ്. It will lead you to dark mind.
അവിടെ നമുക്ക് റോമാലേഖനത്തിൽ പ്രത്യേകിച്ചും വായിക്കാൻ കഴിയുന്നത് 1-ാം അധ്യായം 18 മുതൽ നമുക്ക് വായിക്കുമ്പോൾ ഈ ജനങ്ങൾ ദൈവത്തെ അവർക്ക് അറിയുവാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടായിട്ടും ദൈവത്തെ അറിയാത്തത് കൊണ്ട് അവർ മനഃപൂർവ്വമായി ദൈവത്തെ ഇഗ്നോർ ചെയ്തുകൊണ്ട് അവരുടെ മനസ്സ് ഇരുണ്ടുപോയി എന്നാണ് പറയുന്നത്. പ്രൈസ് ഗോഡ്. അപ്പൊ മനസ്സ് ഇരുണ്ടു കഴിഞ്ഞാൽ മനുഷ്യൻ താഴേക്കാണ് പോകുന്നത്, മനുഷ്യൻ മുകളിലേക്ക് പോകത്തില്ല. They went down spiritually. What happened? They got a depraved mind. അപ്പോൾ ഡാർക്ക് മൈൻഡിൽ നിന്നും അവർക്ക് ഒരു depraved mind. Praise God. അവരുടെ ശരിക്കും പറഞ്ഞ മൈൻഡ് ശരിക്കും എന്താണ്? They don't have the ability to think wisely, അവൻ righteously. പിന്നെ depraved mind led to a depraved life. Praise God. അപ്പം ഇരുണ്ടുപോയ മനസ്സെന്ന് പറഞ്ഞാൽ ഒരു debased mind, മൊത്തത്തിൽ ഇരുളാണ്. പിന്നെ ദൈവത്തെ അറിയാതിരിക്കുമ്പോൾ ആ മനസ്സ് ഇരുണ്ടുപോയി. ആ ഇരുണ്ടുപോയ മനസ്സ് ഉള്ളവർക്ക് പിന്നെ എന്താണ്, അവരുടെ ലൈഫ് സ്റ്റൈൽ തന്നെ എന്താണ്, ഒരു ഡീഗ്രേഡഡ് ലൈഫ് ആയിരിക്കും, നിലവാരമില്ലാത്ത താണ ജീവിതം. അപ്പൊ നമുക്കിവിടെ കാണാൻ കഴിയും അങ്ങനെ ഒരു ലൈഫിൽ നിന്നും എന്താണ്, ദൈവത്തിന്റെ കൃപയാൽ ദൈവത്തിന്റെ മനസ്സലിവ് കൊണ്ട്, പ്രൈസ് ഗോഡ്, വിശ്വാസത്താൽ നാം ക്രിസ്തുവിനെ വിശ്വസിച്ചത് കൊണ്ട് എന്താണ്, നമ്മളെ ദൈവം നീതീകരിച്ചു എന്നുള്ളതാണ് ഇതിന്റെ സ്പിരിച്വൽ വാല്യൂ. പ്രൈസ് ഗോഡ്. അതിനെ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ പലപ്പോഴും നമ്മുടെ ഐഡന്റിറ്റിയെ നമ്മൾ മനസ്സിലാക്കുന്നില്ല. പ്രൈസ് ഗോഡ്. നമ്മൾ ആരാണ് ഇപ്പോൾ ക്രിസ്തുവിൽ, വാട്ട് വി ആർ ഇൻ ക്രൈസ്റ്റ് ടുഡേ, വി ഡോണ്ട് വാല്യൂ ഇറ്റ്. അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നം. പിന്നെ ഇവിടെ പറയുന്നത് the church features prominently in God's plan for putting the world back together in Christ. അപ്പൊ ശരിക്കും ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ റോമാലേഖനത്തിൽ നമ്മൾ വായിച്ചതുപോലെ അങ്ങനെ മനുഷ്യൻ ദൈവത്തോട് ശത്രുതയായി, മനുഷ്യൻ മനുഷ്യനോടാകുന്നു. So the whole world was in disorder. ദൈവത്തിന് അകന്നുപോയി. പക്ഷേ ദൈവത്തിന്റെ ആ ഗ്രാൻഡ് പ്ലാൻ അനുസരിച്ച് സഭ എന്ന് യാഥാർത്ഥ്യമായി, ക്രിസ്തുവിൽ കൂടി യാഥാർത്ഥ്യമായി ദൈവത്തിന്റെ ശരീരമായ, കർത്താവിന്റെ ശരീരമായ സഭ അത് യാഥാർത്ഥ്യത്തിലേക്ക് വന്നപ്പോൾ ഈ സഭയിൽ കൂടിയാണ് ദൈവം എന്ത് ചെയ്യുന്നത്, ഈ ലോകത്തെ ദൈവത്തോട് അടുപ്പിക്കുന്നത്. അപ്പൊ സഭയിൽ കൂടിയാണ് ശരിക്കും ഡിസോർഡറായി കിടക്കുന്ന ഈ ലോകത്തെ, മനുഷ്യന്റെ ജീവിതം ഡിസോർഡറായി കിടക്കുന്ന മനുഷ്യന്റെ ജീവിതത്തെ അതിൽ ഓർഡർ വരുത്തുവാൻ, അതിനെ നമ്മൾ പിന്നെ റെക്കൺസൈൽ ചെയ്യുവാൻ, ദൈവത്തോട് അടുപ്പിക്കുവാൻ, നിരപ്പിക്കുവാൻ സഭയാണ് ദൈവം കണ്ടിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. അതാണ് ഇതിന്റെ സ്പിരിച്വൽ വാല്യൂ. നമ്മളത് മനസ്സിലാക്കണം. His death on the cross not only made possible our personal salvation but also mended the breach between Jews and Gentiles. See, ഇത് നമുക്ക് വ്യക്തിപരമായി മാത്രമല്ല പ്രയോജനം ചെയ്തത്. ബിക്കോസ് പേഴ്സണലി നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ദൈവത്തോട് നാം ദൈവത്തെ അറിഞ്ഞു. See, we became united with Christ. നാം ദൈവത്തോട് നിരപ്പ് പ്രാപിച്ചു ക്രിസ്തയേശുവിൽ മുഖാന്തരം. അത് മാത്രമല്ല, മനുഷ്യൻ ഞാൻ പറഞ്ഞതുപോലെ man became man's enemy. കാണുമെന്നാണ്, ഈ ലോകത്തിൽ 2 ജാതികൾ ഉണ്ടായിരുന്നു, യഹൂദനും അല്ലെങ്കിൽ ജാതികളും. അപ്പൊ ഈ യഹൂദനും ജാതികളും തമ്മിൽ എന്താണ്, ഒരു ശത്രുത ഉണ്ടായിരുന്നു. പ്രൈസ് ഗോഡ്. പക്ഷേ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്താൽ, നമ്മളത് 2-ാമത്തെ അധ്യായത്തിൽ അതിന്റെ ആഴത്തിൽ നാം ചിന്തിക്കാൻ പോവുകയാണ്. അപ്പൊ ഈ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്താൽ എന്ത് ചെയ്തു, ഇതിന്റെ നടുവിൽ നിന്ന ന്യായപ്രമാണമെന്ന നടുച്ചുവറിനെ ഇടിച്ചു കളഞ്ഞ് എന്ത് ചെയ്തു, ദൈവം ഒന്നാക്കി ചേർത്തു. പ്രൈസ് ഗോഡ്. ഇപ്പം യവനെന്നല്ല, യഹൂദനെന്നൊന്നുമില്ല, യവനൊന്നും ആരുമില്ല. There is no Jew, no Gentile. Everybody is equal in the church. There is no rich, no poor. Praise God. Everybody is same. Everybody has the equal position in the church of God. Praise God. അപ്പോൾ അതാണ് ഇതിന്റെ സ്പിരിച്വൽ വാല്യൂസ്. അതിനുശേഷം ഇതിന്റെ പ്രാക്ടിക്കൽ വാല്യൂസിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. The second half of Ephesians begins with an exhortation to leave out the vision of the first half of the letter. അപ്പം ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് 1-ാം അധ്യായം മുതൽ 3-ാം അധ്യായം വരെയും ദൈവസഭയെ കുറിച്ചാണ്. 1-ാം അധ്യായത്തിൽ പ്രത്യേകിച്ചും ദൈവസഭയുടെ ക്യാരക്ടറിസ്റ്റിക്സ്, ദൈവസഭയുടെ സ്വഭാവം,
ആരാണ് ദൈവസഭയിൽ അംഗമാകുന്നത്, ദൈവസഭയിലുള്ള അനുഗ്രഹം എന്താണ്, ഇതിനെക്കുറിച്ചൊക്കെ വർണ്ണിച്ചേച്ച് ആമേൻ 2-ാം അധ്യായത്തിൽ യൂണിവേഴ്സൽ ചർച്ചിനെ കുറിച്ചാണ് ദൈവം പറയുന്നത്. പിന്നെ ശരിക്കും നമ്മുടെ ഓബ്ലിഗേഷൻ, ഈ ദൈവസഭയുമായി നമ്മൾ നിൽക്കുമ്പോൾ, കർത്താവിന്റെ അദൃശ്യമായ ശരീരത്തിന്റെ ഭാഗമാകുമ്പോൾ നമുക്ക് എന്തുണ്ട്? ഒരു ഓബ്ലിഗേഷൻ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ചർച്ചിന്, സഭയ്ക്ക് ഒരു ഓബ്ലിഗേഷൻ ഉണ്ട്, ഒരു കടപ്പാടുണ്ട്. ലോകത്തെ എന്ത് ചെയ്യാണ്? ലോകത്തിന് വെളിച്ചം പകർത്തുവാൻ. പ്രൈസ് ഗോഡ്. എന്നിട്ട് ഇതിന്റെ 4-ാം അധ്യായം മുതൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ എന്താണ്, ഈ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ വെളിച്ചം അല്ലെങ്കിൽ ഈ ദൈവസഭയെ കുറിച്ചുള്ള വെളിപ്പാടിന്റെ ആധാരത്തിൽ വെളിപ്പാടനുസരിച്ച് നാം എങ്ങനെയാണ് ജീവിക്കേണ്ടത്? See, from chapter 4, Paul speaks about our life in the light of what we are in Christ. Praise God. How we have to conduct in this world, how we have to live, not like pagans. 4-ാം അധ്യായത്തിൽ പറയുന്നത് how we have to live in unity. Praise God. Committed to Christ, and how we have to use our spiritual weapon, spiritual gifts. 4-ാം അധ്യായത്തിൽ നമുക്ക് കാണാം, 4-ാം അധ്യായത്തിന്റെ 1 മുതൽ 16 വരെയും നമ്മുടെ ക്രിസ്തുയേശുവിലുള്ള നമ്മുടെ കമ്മിറ്റ്മെന്റ്, അതിനെന്താണ്? നമുക്കൊരു യൂണിറ്റി ഉണ്ടായിരിക്കണം. നമ്മുടെ സ്പിരിച്വൽ ഗിഫ്റ്റ്സ് നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നെ കുറിച്ച് അതിൽ പറയുന്നുണ്ട്. പിന്നെ അതിന്റെ 4-17 മുതൽ 5-ാം അധ്യായം 20 വരെയും നമുക്ക് ജാതികളെ പോലെ നാം ജീവിക്കരുത്. We should leave, we should abandon our former ways of living. നമ്മുടെ പഴയകാല ജീവിതങ്ങളെ, ക്രിസ്തുവിനെ അറിയുന്നതിന് മുമ്പുള്ള നമ്മുടെ ജീവിത ശൈലിയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഉപേക്ഷിച്ച് ആ ദൈവാനുരൂപമായ സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ധരിച്ചുകൊണ്ട് നാം എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തെ നയിക്കണമെന്നാണ് അവിടെ പൗലോസ് പറയുന്നത്. 6-10 മുതൽ 17 വരെയും ഹല്ലേലൂയ സഭയുടെ ഹല്ലേലൂയ യുദ്ധത്തെ കുറിച്ചാണ്. കാരണം സഭ എപ്പോഴും ഒരു യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് സർവായുധ വർഗം ധരിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? നാം യുദ്ധം ചെയ്യണം എന്നുള്ളതാണ്. അതിന്റെ 6-ന്റെ അവസാനം 18 മുതൽ 24 വരെയും അവിടെ പ്രാർത്ഥനയെക്കുറിച്ചും ഒക്കെയാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പം അതാണ് ശരിക്കും ഇതിന്റെ ഒരു ഹോൾ ഓവർവ്യൂ നമുക്ക് കിട്ടിയ ഈ ലേഖനത്തെ കുറിച്ച്. ഓക്കെ, ഇനി ഞാൻ ഈ പട്ടണത്തെ കുറിച്ച് ഒന്ന് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ദ സിറ്റി ഓഫ് എഫീസസ്. So designated by the Romans as a capital province of Asia, Ephesus was a very influential city situated on a plain near Cayster River. It was also a port city, and its ship traded with the ports of Greece, Egypt, Lebanon, Syria, and Israel. The city's chief source of architectural pride was a temple of Diana, Artemis, reckoned as one of the 7 wonders of the world, whose treasury formed the Bank of Asia Minor. Ephesus was therefore the chief seat of witchcraft, exorcism, and all forms of magic arts. So ഞാൻ നിങ്ങൾക്ക് ഒരു ഈ എഫീസസ് പട്ടണത്തെ കുറിച്ചുള്ള ഒരു വിവരണമാണ് ഞാൻ നിങ്ങൾക്ക് നൽകിയത്. ഇത് റോമ പ്രൊവിൻസിലുള്ള ഒരു പ്രധാനപ്പെട്ട പട്ടണമായിരുന്നു. ഈ പട്ടണത്തിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഈ പട്ടണം ഒരു പോർട്ട് സിറ്റി ആയിരുന്നു. ഈ പട്ടണത്തിൽ നിന്നും ഇപ്പൊ നമ്മൾ കൊച്ചി ഒരു പോർട്ട് സിറ്റി എന്ന് പറയുന്നത് പോലെ, കൊച്ചിയിൽ നിന്നും ഒത്തിരി കപ്പലുകൾ, ചരക്ക് കപ്പലുകളൊക്കെ പല രാജ്യങ്ങളിലും പോകുന്നു എന്ന് പറയുന്നത് പോലെ, ഈ പോർട്ട് സിറ്റിയിൽ നിന്നും, എഫെസസ് പോർട്ട് സിറ്റിയിൽ നിന്നും ഗ്രീസിലേക്കും ഈജിപ്തിലേക്കും ലെബനനിലേക്കും സിറിയയിലേക്കും ഇസ്രായേലിലേക്കും കപ്പൽ പോകുമായിരുന്നു. മാത്രമല്ല ഇതിന്റെ ഈ പട്ടണത്തിന്റെ ഒരു മുഖ്യ ആർക്കിടെക്ചറൽ പ്രൈഡ് എന്ന് പറയുന്നത്, ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ദുബായ് എന്ന് പറയുന്നത്, ദുബായ് അറിയപ്പെടുന്നത് എന്താണ്? ബർജ് ദുബായ് എന്ന് പറയുന്ന വലിയ ആ ഒരു ബിൽഡിംഗ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ബിൽഡിംഗ് ആയിട്ട് ഇപ്പൊ കാണുന്നത്. എന്ന് പറയുന്നത് പോലെ അന്നത്തെ കാലഘട്ടത്തിൽ ഈ ടെമ്പിൾ ഓഫ് ഡയാന അല്ലെങ്കിൽ അർതെമിസ് ദേവിയുടെ അല്ലെങ്കിൽ ഡയാന ദേവിയുടെ ഈ ക്ഷേത്രം എന്താണ്? ഒരു വലിയ ആർക്കിടെക്ചറൽ പ്രൈഡ് ആയിരുന്നു. മാത്രമല്ല ഇത് ലോകത്തിലെ 7 അത്ഭുതങ്ങൾ ഒരു അത്ഭുതമായിട്ടാണ് അന്ന് ഇത് കണ്ടിരുന്നത്. മാത്രമല്ല ഈ ക്ഷേത്രത്തിൽ വരുന്ന വരുമാനം കാരണം ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ അവിടെ തന്നെ എന്താണ്? ഒരു ബാങ്ക് ഓഫ് ഏഷ്യ മൈനർ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് വ്യവസായങ്ങൾ ഉണ്ടായിരുന്നു. ബാങ്ക് ഉണ്ടായിരുന്നു, ബാങ്ക് ഓഫ് ഏഷ്യ മൈനർ. അന്നത്തെ കാലഘട്ടത്തിൽ
മാത്രമല്ല ഈ പട്ടണത്തിൽ സകലവിധ പാപങ്ങളും ആഭിചാരങ്ങളും മന്ത്രവാദങ്ങളും ഒക്കെ നിറഞ്ഞു നിന്ന ഒരു പട്ടണമായിരുന്നു. അപ്പൊ ഈ പട്ടണത്തിൽ ആണ് ആര് ചെല്ലുന്നത്? ഹല്ലേലൂയ. ഈ പട്ടണത്തിൽ കർത്താവിന്റെ അഭിഷക്തനായ അപ്പോസ്തലനായ പൗലോസ് അവിടെ ചെല്ലുന്നത്. അപ്പം നമ്മൾ ഈ ലേഖനം വായിക്കുമ്പോൾ നമുക്കുണ്ടാകാനുള്ള മീൻസ് ഈ ലേഖനം നമ്മൾ എന്തിനാണ് വായിക്കുന്നത്? ബിക്കോസ് ട്രൂ അപ്രീസിയേഷൻ ഓഫ് ദ പ്ലാൻ ഓഫ് റിഡംഷൻ. കാരണം ശരിക്കും ആ ദൈവത്തിന്റെ വീണ്ടെടുപ്പിന്റെ പദ്ധതിയെ നമ്മൾക്ക് മനസ്സിലാകുവാനും അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുവാനും ഈ ലേഖനം മുഖാന്തരമായി തീരും. To make the Gentiles aware of the greatness of the blessings conferred upon them in Christ. ജാതികൾ, പ്രത്യേകിച്ചും ജാതിക പശ്ചാത്തലത്തിൽ നിന്നും ഈ വിശ്വാസത്തിലേക്ക് വന്ന അതല്ലെങ്കിൽ ക്രിസ്തുവിനെ സ്വീകരിച്ച ജാതികൾ അവർക്ക് ക്രിസ്തുവിൽ അവർക്ക് നൽകപ്പെട്ടിരിക്കുന്ന ആ ആത്മീയ അനുഗ്രഹങ്ങളെ അവർ മനസ്സിലാക്കുവാൻ വേണ്ടി ആമേൻ ഹല്ലേലൂയ ഈ ലേഖനം സഹായിക്കും, നമ്മളെയും സഹായിക്കും. കാരണം എന്താണ്, പലപ്പോഴും നമുക്ക് ദൈവം തന്നിരിക്കുന്ന ആത്മീയ അനുഗ്രഹങ്ങളെ പലപ്പോഴും നമ്മൾ തിരിച്ചറിയുന്നില്ല. നമ്മൾ എത്രമാത്രം സമ്പന്നരാന്ന് പലപ്പോഴും നമുക്കറിയത്തില്ല. നമുക്കറിയാം ഈ എഫെസോസ് പട്ടണം ഭയങ്കര സമ്പന്നമായ പട്ടണമാണ്. പക്ഷേ ശരിക്കും അവിടുത്തെ ജനങ്ങൾക്ക് അവരുടെ ഉൾക്കണ്ണ് തുറക്കുവാൻ വേണ്ടിയാണ് പൗലോസ് ഈ ലേഖനം എഴുതി. ആമേൻ ഹല്ലേലൂയ അവർ ഭൗതികമായി സമ്പന്നരാണെങ്കിലും ആത്മീയമായുള്ള സമ്പന്നത അല്ലെങ്കിൽ ആത്മീയ സമ്പത്ത് അവർക്ക് തിരിച്ചറിയുവാൻ വേണ്ടി ആമേൻ പൗലോസ് എഴുതിയ ഒരു ലേഖനമാണ്. To exhort them, to assure them of the equality of status with fellow believers from Jewish background. പിന്നെ മാത്രമല്ല അവർക്ക് ഒരു ഉറപ്പ് കൊടുക്കാൻ അവരുടെ സ്റ്റാറ്റസ് കർത്താവിന്റെ സഭയിൽ അവരൊന്നാണ്. ബിക്കോസ് നമ്മൾ റോമൻ സമൂഹത്തെ നോക്കുമ്പോൾ, റോമൻ സൊസൈറ്റി നോക്കുമ്പോൾ ശരിക്കും 3 തലത്തിലായിരുന്നു അവിടുത്തെ ജനങ്ങൾ. the people, there were 3 status of society. സൊസൈറ്റിക്ക് അവിടുത്തെ സമൂഹത്തിന് 3 സ്റ്റാറ്റസ് ഉണ്ടായിരുന്നു. ഒന്ന് എലീറ്റ് എന്ന് പറയുന്ന ഗ്രൂപ്പ്, ഏറ്റവും എന്താണ് ഉയർന്ന വ്യക്തികൾ, അല്ലെങ്കിൽ സമൂഹത്തിൽ അഫ്ലുവന്റ് ആയിട്ടുള്ള എലീറ്റ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. സെക്കൻഡ്, there were commoners, and third group was slaves. അപ്പം ഇതൊക്കെ ശരിക്കും പൗലോസ് ഇത് എന്തിനാ ഇത് എഴുതുന്നത്? Because they should know that they are equal. They are when they become the part of Church of Christ, they have equal standing before God. They are equal. They are the members of the family of God. Then to exhort them to live in accordance with the new identity as children of light. മാത്രമല്ല മറ്റൊരു ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? To exhort them, അവരെ ശരിക്കും എന്താണ് എക്സോർട്ട് ചെയ്യാണ്, പ്രബോധിപ്പിക്കുകയാണ്. എന്തിന്? Because you have received a new identity. Praise God. You had a different identity when you didn't know Christ. Prior to knowing Christ, you had a different identity. You belong to this world, but now you belong to Christ. So ഒരു പുതിയ ഐഡന്റിറ്റി എന്താണ് തന്നിരിക്കുകയാണ്. So they should appreciate their identity and they should live in the light of that new identity. അതാണ് മറ്റൊരു ലക്ഷ്യം. പൗലോസ് അന്നത്തെ ഓഡിയൻസിൽ, അന്നത്തെ പൗലോസിന്റെ ആ കേൾവിക്കാരിൽ ഈ കാര്യങ്ങളാണ് പൗലോസിന്റെ മനസ്സിലുണ്ടായിരുന്നത്. സോ ദൈവം ഇന്നും അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും ദൈവം ആഗ്രഹിക്കുന്നത്. We should know what are the blessings that we have in Christ. Praise God. What is the status that we have in the church of God. Praise God. And how should we live in the light of our new identity. ഇതൊക്കെയാണ് ദൈവം ഇപ്പോഴും നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. All right, now ഇപ്പോൾ നമുക്ക് അതിന്റെ ലേഖനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഇതിന്റെ 1-ാമത്തെ അധ്യായം നമുക്ക് ചിന്തിക്കാം. Let us see. ഇതിന്റെ 1ഉം 2ഉം ഇവിടെ ഞാൻ പറഞ്ഞ പോലെ it is Paul's salutation. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവേഷ്ടത്താൽ ക്രിസ്തുയേശുവിന്റെ അപ്പോസ്തലനായ പൗലോസ് എഫെസോസിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തുയേശുവിൽ വിശ്വാസികളുമായി അവർക്ക് എഴുതുന്നത്, നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. Now Paul, ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് Paul is identifying himself as apostle. അപ്പോസൽ എന്നറിയാം നമുക്ക്. അപ്പോസലിന്റെ അർത്ഥം എന്താണ്? അയക്കപ്പെട്ടവൻ, സ്പെഷ്യൽ മെസ്സഞ്ചർ or ambassador who has been commissioned to represent someone
else and who is completely identified with the one whom he represents. അപ്പം ഇവിടെ പൗലോസ് പറയുന്നത് he is an apostle, he has been set apart, so that is his identity. പൗലോസ് തന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുകയാണ്, who he is. Praise God. He is an apostle, he has been separated, he is a special messenger. And Paul wants to identify himself with the one who is sent. കാരണം തന്നെ അയക്കപ്പെട്ടവന്റെ ആ ഒരു ഐഡന്റിറ്റിയിലാണ് അറിയുവാൻ പൗലോസിന് എന്ത് ചെയ്യുന്നത്, പൗലോസിന് താല്പര്യം. ഇതൊക്കെ ദൈവാത്മാവ് എഴുതി വച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ബിക്കോസ് നമ്മുടെയും നമ്മുടെയും മനോഭാവം അങ്ങനെ ആയിരിക്കണം. ഞാനൊരു ദൈവ പൈതലായി അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ അനുയായിയായി ഞാൻ അറിയപ്പെടണമെന്നുള്ള നമ്മുടെ ഐഡന്റിറ്റി. നമുക്കും അങ്ങനെ ഒരു ആഗ്രഹം നമുക്കുണ്ടായിരിക്കണം. നമ്മുടെ ആറ്റിറ്റ്യൂഡ് അതായിരിക്കണം. പിന്നെ ഇവിടെ കാണുന്നത് ഗ്രേസ് ടു യു ആൻഡ് പീസ് ഫ്രം ഗോഡ് ഓഫ് ഫാദർ ആൻഡ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. സോ ഇതിന്റെ 1ഉം 2ഉം ശരിക്കും വാക്യങ്ങൾ പൗലോസിന്റെ സാലിറ്റേഷൻ ആണ്. പൗലോസ് വന്ദനം ചെയ്യുകയാണ്. സാധാരണ പൗലോസ് വന്ദനം ചെയ്യുമ്പോൾ ഒരുപാട് എന്ത് ചെയ്യണം, അവരെയൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യും. എന്നിട്ട് പൗലോസ് എന്ത് ചെയ്യും, പൗലോസ് വന്ദനം അറിയിക്കും. പക്ഷെ ഇവിടെ നമുക്ക് കാണുന്നത് പൗലോസ് പെട്ടെന്ന് പൗലോസിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. പൗലോസ് ഒരു ഷോർട്ട് ഇൻട്രൊഡക്ഷൻ. Paul, an apostle of Christ Jesus, by the will of God, to the saints who are at Ephesus and who are faithful in Christ Jesus. പറയാണ് who are saints. അപ്പൊ ഇവിടെ saints എന്നുള്ളൊരു പദം പൗലോസ് ഉപയോഗിച്ചിരിക്കുകയാണ്. അപ്പൊ സാധാരണ നമ്മൾ ഡിക്ഷണറി നോക്കുമ്പോൾ saints എന്ന് പറയുന്നത് എന്താണ്? A person officially recognized for living for holiness of life. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഔദ്യോഗികമായിട്ട് ഡിക്ഷണറി നമ്മൾ നോക്കുമ്പോൾ ഔദ്യോഗികമായിട്ടും ഒരു വിശുദ്ധ ജീവിതം നയിച്ച വ്യക്തിയായിരിക്കണം ആര്? സെയിൻസ് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ പൗലോസ് സെയിൻസ്, വിശുദ്ധന്മാർ എന്നുള്ളൊരു പദമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ one who has been set apart. Praise God. Hallelujah. അപ്പം one who has been set apart, ഈ ലോകത്തുനിന്നും, ദുഷ്ടം നിറഞ്ഞ ലോകത്തു നിന്നും എന്ത് ചെയ്തു? ദൈവം വിളിച്ചു, വേർതിരിച്ചു. അപ്പൊ നമ്മൾ ശരിക്കും നോക്കുവാണെങ്കിൽ ഈ കാത്തലിക്സിലൊക്കെ നോക്കുവാണെങ്കിൽ ഈ സെയിൻസ് ആകണമെങ്കിൽ പ്രത്യേകിച്ചും അവരെന്ത് ചെയ്യണം? അവർ നല്ല ജീവിതം നയിക്കണം, അവര് മരിച്ചവരായിരിക്കണം. മീൻസ് അവർ ജീവനോട് ഇരിക്കുന്നവർക്ക് ആരെയും അവർ സെയിന്റ് പദവി കൊടുക്കാറില്ല. അപ്പോൾ അവരുടെ ജീവിതത്തിൽ 2 അത്ഭുതങ്ങൾ അവർ ചെയ്തിരിക്കണം. അങ്ങനെ കുറെ ക്രൈറ്റീരിയസ് ഉണ്ട്. ഈ ക്രൈറ്റീരിയസ് എല്ലാം ഫുൾഫിൽ ചെയ്തതിന് ശേഷം മാത്രമേ ആമേൻ ഹല്ലേലൂയ എന്ത് ചെയ്യത്തുള്ളൂ? കത്തോലിക്ക സഭ പോലുള്ള സഭകൾ ഒരാളെ വിശുദ്ധയായിട്ടും അല്ലെങ്കിൽ വിശുദ്ധനായിട്ടും ഒക്കെ പ്രഖ്യാപിക്കത്തുള്ളൂ. പക്ഷെ ഈ സെയിൻസ് ഇവിടെ അവർ മരിച്ചിട്ടില്ല. ഈ വിശുദ്ധന്മാർക്കിടെ ക്വാളിറ്റി എന്ന് പറയുന്നത് എന്താണ്? They are still alive. Praise God. They did not do any miracle in their life, but they have experienced a miracle in their life. അവർ അത്ഭുതമൊന്നും ചെയ്തിട്ടില്ല. Praise God. But they have experienced a miracle in their life. They have experienced Christ. They have experienced a new life in Christ. അതാണ് അവരുടെ ആമേൻ ഹല്ലേലൂയ വിശേഷത എന്ന് പറയുന്നത്. നമ്മുടെയും ഹല്ലേലൂയ ആറ്റിറ്റ്യൂഡ് അങ്ങനെ ആയിരിക്കണം. Praise God. അപ്പൊ നമ്മൾ ആരാണ്? Who we are in Christ. See, identity എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. Our identity is very important as Christians. See, if we lose our identity, നമ്മുടെ ഐഡന്റിറ്റി നമുക്ക് നഷ്ടമാകുകയാണെങ്കിൽ what will happen? പെട്ടെന്ന് നിങ്ങളുടെ ഐഡന്റിറ്റി കാർഡ് നഷ്ടമാകുക. Praise God. അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്പോർട്ട് നഷ്ടമാകുക. You become confused. You lose your mind. You lose your peace. You get disoriented. അപ്പം നമ്മുടെ ഐഡന്റിറ്റി ഒരുപാട് കാരണങ്ങളുണ്ട് ഐഡന്റിറ്റി നഷ്ടപ്പെടുവാനുള്ള, അല്ലെ? എന്ന് പറയുന്നത് പോലെ ഒരു ക്രിസ്ത്യന്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പ്രൈസ് ഗോഡ്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം നമ്മുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് എന്താണ്? അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം ഇവിടെ എഫെസോസുള്ള വിശ്വാസികളെ വിശുദ്ധനായിട്ട് അല്ലെങ്കിൽ വിശുദ്ധന്മാരായിട്ട് പൗലോസ് ഐഡന്റിഫൈ ചെയ്യുകയാണ്. പൗലോസ് ആദ്യം സ്വന്തം തന്നെ എന്ത് ചെയ്തു? സ്വയം അപ്പോസ്റ്റലനായിട്ട് അല്ലെങ്കിൽ one who has been called by God. He identifies himself one who has been called.
by God to be an apostle. അപ്പം പൗലോസിന്റെ പൗലോസ് ക്രിസ്തുവിലാണ് തന്നെ ഐഡന്റിഫൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ എഫെസോസിലുള്ള ബിലീവേഴ്സിനെയും വിശ്വാസികളെയും എന്താണ്, they belong to Christ. ഹല്ലേലൂയ. അവർ കർത്താവിൽ ആണ് അവരെ അറിയപ്പെടുന്നത്. കർത്താവ് യേശു ക്രിസ്തുവിൽ അവരെ അറിയപ്പെടുന്നു. ഇതിന്റെ മൂന്നാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് വായിക്കാം. മൂന്നാമത്തെ വാക്യം ഇവിടെ, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. ഇവിടെ പറയുന്നത്, blessed be the God and Father of our Lord Jesus Christ, who has blessed us with every spiritual blessing in the heavenly places. Praise God. അപ്പോൾ നമ്മുടെ ഒരു വിശ്വാസിയുടെ അല്ലെങ്കിൽ ഒരു ദൈവഭക്തന്റെ, ഒരു ദൈവ പൈതലിന്റെ ആ റിച്ച്നെസ്സിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? Blessed be the God and Father of our Lord Jesus Christ, who has blessed us with every spiritual blessing in the heavenly places in Christ. പറയാണ്, ക്രിസ്തുവിൽ അല്ലെങ്കിൽ ക്രിസ്തുവിനോടുള്ള, ഇറ്റ് ഈസ് ത്രൂ ക്രൈസ്റ്റ്, ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ നമ്മെ എന്ത് ചെയ്തിരിക്കുകയാണ്? പിതാവായ ദൈവവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടി എന്ത് ചെയ്തിരിക്കുന്നു? നമ്മെ സകലവിധ ആത്മീക അനുഗ്രഹങ്ങളാലും നമ്മളെ നിറച്ചിരിക്കുകയാണ്. അപ്പൊ ഇവിടെ പറയുന്നത്, Paul speaks about the source of our blessing. ഇവിടെ നമ്മുടെ ഒന്നാമത്തെ കാര്യം the source. ഈ സോഴ്സ് എന്ന് പറയുന്നത് സ്പിരിച്വൽ ബ്ലെസ്സിങ്സ് വരുന്നത് ഹോളി സ്പിരിറ്റ് ആണ്. ഇതിന്റെ ചാനൽ. പ്രൈസ് ഗോഡ്. പിതാവിങ്കിൽ നിന്നും പുത്രനിൽ കൂടി പരിശുദ്ധാത്മാവ് എന്ന ചാനൽ കൂടി നമുക്ക് സകല ആത്മീയ അനുഗ്രഹങ്ങളും, ഇതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് ഹല്ലേലൂയ, പിതാവായ ദൈവമാണ്. ആമേൻ. പുത്രനായ യേശു ക്രിസ്തുവിൽ കൂടി നമ്മളെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ആമേൻ നമ്മളെ നിറച്ചിരിക്കുന്നത്. The spiritual blessing comes through the Holy Spirit. പരിശുദ്ധാത്മാവ് എന്ന ചാനൽ കൂടിയാണ് നമുക്ക് സകലവിധ ആത്മീയ അനുഗ്രഹങ്ങളും നമുക്ക് ദൈവം തന്നിരിക്കുന്നത്. അതാണ് ഇതിന്റെ ശരിക്കും ഈ ഒന്നാമത്തെ അധ്യായത്തിൽ നാം കാണുന്നതിന്റെ തീം ഇതാണ്. How rich we are, our richness in Christ. നമ്മൾ കർത്താവിൽ എത്ര സമ്പന്നരാണ്. അതിനുശേഷം നമ്മുടെ സ്കോപ്പ് ഓഫ് ബ്ലെസ്സിങ്, ഈ ബ്ലെസ്സിങ്ങിന്റെ സ്കോപ്പ് എന്താണ്? പ്രൈസ് ഗോഡ്. അതൊക്കെ ഈ ബ്ലെസ്സിങ്ങിന്റെ സ്ഫിയർ എന്താണ്? ഇപ്പൊ 3 കാര്യമാണ് ഇവിടെ പൗലോസ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന്, the source of our blessing, the scope of our blessing and the sphere of our blessing. നമ്മുടെ അനുഗ്രഹത്തിന്റെ ഉറവിടം, നമ്മുടെ അനുഗ്രഹത്തിന്റെ തലങ്ങൾ, നമ്മുടെ അനുഗ്രഹത്തിന്റെ മണ്ഡലം. Praise God. The sphere. Okay, Paul reminds the Ephesian believers that when they were born again into God's family, they were born rich. ഇപ്പൊ പൗലോസ് ഇവിടെ പറയുകയാണ്, നമ്മൾ കർത്താവിന്റെ ഭവനത്തിൽ അല്ലെങ്കിൽ കർത്താവ് ദൈവസഭയിൽ നാം ജനിക്കുമ്പോൾ നമ്മൾ സമ്പന്നരായിട്ടാണ് ജനിക്കുന്നത്. പിന്നെ പറയാണ്, Paul then mentions the scope of blessing. We have all the blessings of the Spirit, referring to the Holy Spirit. അപ്പം പരിശുദ്ധാത്മാവിലുള്ള എല്ലാവിധമാം എന്താണ് അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. Scope of our blessing. The Father has given us every blessing of the Holy Spirit, everything we need for a successful, satisfying Christian life. നമുക്കറിയാം, ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കണമെങ്കിൽ ഈ പരിശുദ്ധാത്മാവിൽ കൂടിയുള്ള ബ്ലെസ്സിങ് നമുക്ക് വളരെ ആവശ്യമാണ്. നിങ്ങൾക്ക് പ്രത്യേകിച്ചും റോമാലേഖനം 8-ാം അധ്യായം അവിടെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് നന്നായി മനസ്സിലാകാൻ കഴിയും. കാരണം ഒരു ദൈവ പൈതൽ നമ്മെ ദൈവം നീതീകരിക്കുമ്പോൾ, ആമേൻ, നമുക്കൊരു പുതിയ ഐഡന്റിറ്റി ദൈവം തരുമ്പോൾ, ആ ഐഡന്റിറ്റിയിൽ മുന്നോട്ട് ഈ ദുഷ്ടത നിറഞ്ഞ ലോകത്തിൽ നമുക്ക് ജീവിക്കണമെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവിന്റെ സഹായമില്ലാതെ നമുക്ക് ജീവിക്കുവാൻ കഴിയത്തില്ല. നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, ഒരു ക്രിസ്ത്യൻ അല്ലെങ്കിൽ ഒരു ബിലീവർ അല്ലെങ്കിൽ ഒരു ദൈവ പൈതൽ എന്ന് പറയുന്നത് 2 തലത്തിലാണ് ജീവിക്കുന്നത്. നമ്മൾ ഫിസിക്കലി ഈ ലോകത്തിലാണ് ജീവിക്കുന്നതെങ്കിലും നമ്മൾ ആത്മീയ മണ്ഡലത്തിൽ നമ്മൾ ജീവിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ ഫിസിക്കൽ മണ്ഡലത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവിന്റെ സഹായം നമുക്ക് ആവശ്യമാണ്. റോമാലേഖനം 8-ാം അധ്യായം നിങ്ങൾ ശരിക്കും വീട്ടിൽ പോയി നിങ്ങൾ പഠിക്കണം.
പ്രൈസ് ഗോഡ്. അപ്പൊ അവിടെ കാണും നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ, ഈ ദുഷ്ടം നിറഞ്ഞ ലോകത്തിൽ ജീവിക്കണമെങ്കിൽ സകലവിധ ആത്മീയ അനുഗ്രഹങ്ങൾ നമുക്ക് വേണം. ആ സകലവിധ പരിശുദ്ധാത്മാവിനുള്ള ആത്മീയ അനുഗ്രഹങ്ങൾ നമുക്ക് ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഈ ലോകത്തിൽ നമുക്ക് ജയകരമായി ദൈവം ആഗ്രഹിക്കുന്ന തരത്തിൽ നമുക്ക് ജീവിക്കുവാൻ കഴിയത്തുള്ളൂ. And Paul says, Holy Spirit is the one who channels our riches to us from the Father through the Son. Not to know and depend on the Holy Spirit's provision is to live a life of spiritual poverty. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ധനത്തെക്കുറിച്ച് നമുക്ക് ഒരു കാര്യമായ അറിവില്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നാം ആത്മീയ ദാരിദ്ര്യത്തിലായിരിക്കും ജീവിക്കുന്നത്. അതുകൊണ്ടാണ് പല വിശ്വാസികൾക്കും ആമേൻ ഹല്ലേലൂയ അവർ വിശ്വാസത്തിൽ തന്നെ മാറിപ്പോകാനുള്ള കാരണം എന്താണ്? ബിക്കോസ് ഈ ലോകത്തിൽ ജീവിക്കണമെങ്കിൽ, നമുക്ക് ഈ ദുഷ്ടം നിറഞ്ഞ ലോകത്തിൽ ജീവിക്കണമെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവിന്റെ സഹായം നമുക്ക് വേണം. പ്രൈസ് ഗോഡ്. നമ്മൾ ഓർക്കണം, പരിശുദ്ധാത്മാവാണ് നമ്മളെ ഓർപ്പിക്കുന്നത് എപ്പോഴും. എന്താണ്? വി ആർ സൺസ്, വി ഹാവ് ബീൻ അഡോപ്റ്റഡ് ആസ് സൺസ്. അപ്പൊ അബ്ബാ പിതാവെ എന്ന് വിളിക്കുവാനുള്ള പുത്രത്തിന്റെ ആത്മാവ് തന്നതുകൊണ്ടാണ് എപ്പോഴും നിരന്തരമായി പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നത്. യു ആർ ഡിഫറെന്റ്, യു ഹാവ് എ ന്യൂ ഐഡന്റിറ്റി. So you should not be conformed to the world, the patterns of this world. You have to renew your mind. നിങ്ങളുടെ മനസ്സ് പുതുക്കി നിങ്ങൾ രൂപാന്തരപ്പെടണം. Praise God. Paul then mentions about the sphere of our blessing. Paul says our blessing are in heavenly places in Christ. അപ്പോൾ പൗലോസ് ഇത് പറയാനുള്ള കാരണം എന്താണ്? പൗലോസ് പറയാണ്, our sphere of our blessing is in the heavenly places in Christ. എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത്, നിങ്ങൾ ഈ അർത്ഥം ഇതിനെ മനസ്സിലാക്കിയിട്ടുണ്ട്. ബിക്കോസ് നമ്മൾ ദൈവസഭയിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ ഭവനത്തിൽ നമ്മളിപ്പോൾ ആയിരിക്കുന്നുവെങ്കിലും നമ്മൾ ശാരീരികമായി ഇപ്പോൾ ഈ ലോകത്തിലാണ്. ഫിസിക്കലി വി ആർ ഇൻ ദിസ് വേൾഡ്, ബട്ട് സ്പിരിച്വലി വി ആർ വിത്ത് ക്രൈസ്റ്റ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നമ്മളെ നോക്കുമ്പോൾ വി ഹാവ് ബീൻ സീറ്റഡ് വിത്ത് ക്രൈസ്റ്റ്. മനസ്സിലായോ? പ്രൈസ് ഗോഡ്. നമ്മൾ ശാരീരികമായി ഈ ലോകത്തിലായി ഇപ്പോൾ ജീവിക്കുന്നത്, ദാറ്റ് ഈസ് ദ റിയാലിറ്റി. ബട്ട് സ്പിരിച്വലി അവർ സ്ഫിയർ ഹാസ് ബീൻ ഷിഫ്റ്റഡ്. നമ്മൾ ഭൗതികമായ ലോകത്തിലാണെങ്കിലും ദൈവത്തിന്റെ ദൃഷ്ടിയിൽ, in the eyes of God, we have been justified, we have died with Christ, we have been resurrected, and we are living with Christ. So in God's eyes, we have been seated with Christ, although our physical body is in this world. So number sphere of blessing. So our blessing comes from Christ, from heaven. നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുവാനുള്ള ആ ബ്ലെസ്സിംഗ് എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് നോട്ട് സംതിങ് ഫിസിക്കൽ, ഇറ്റ് ഈസ് സ്പിരിച്വൽ. വി ഗെറ്റ് അവർ ഇൻസ്ട്രക്ഷൻ, വി ഗെറ്റ് അവർ ഗൈഡൻസ്, വി ഗെറ്റ് അവർ സ്ട്രെങ്ത് ഫ്രം ഹെവൻ, നോട്ട് ഫ്രം ദിസ് വേൾഡ്. ഈ ലോകത്തു നിന്നല്ല നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കുവാനുള്ള കരുത്തും ആ ഗൈഡൻസും ആ നടത്തിപ്പൊക്കെ. പക്ഷേ ഇതിനെല്ലാം നമുക്ക് വേണ്ട കരുത്ത് നൽകുകയും നമ്മളെ നയിക്കുകയും ചെയ്യുന്നത് സ്വർഗത്തു നിന്നാണ്. പ്രൈസ് ഗോഡ്. ഒരു വിശ്വാസിയെ നയിക്കുന്നത് ആമേൻ ഹല്ലേലൂയ സ്വർഗത്തു നിന്നാണ്. because see, Christ has not come physically into this world, but we are under the reign of Christ. എന്ന് പറഞ്ഞാൽ നമ്മൾ കർത്താവ് വന്നിട്ടില്ല ഇപ്പോൾ, but one day he will come and he will rule physically. പക്ഷെ ഇപ്പോൾ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് ഹല്ലേലൂയ Christ has already started ruling his life. ക്രിസ്തു അവന്റെ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് കർത്താവ് അവന്റെ ജീവിതത്തെ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യാണ്? ഭരണം ചെയ്യാണ്. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് ഈ ലോകത്തിന്റെ അവസാനം കഴിയുമ്പോഴും we will continue to live. There is an end of this age. If you read Romans chapter 12, it says, that this world will come to an end. But concerning the life of a child, he will continue to live. He will continue to live in the future age. അതാണ് നമ്മുടെ ബ്ലെസ്സിംഗ് എന്ന് പറയുന്നത്. We will continue to live. We are being governed by Christ who is ruling from heaven. അപ്പൊ അക്ഷരാർത്ഥത്തിൽ കർത്താവ് ഇപ്പോൾ വന്നിട്ടില്ല, പക്ഷേ one day he is going to come, but we are still under the rule of Christ. Praise God. എന്റെ സമയം കഴിയുമ്പോൾ പാസ്റ്റർ ഒന്ന് ഓർപ്പിക്കണം,
അനുവദിച്ച സമയം കഴിയുമ്പോൾ. Can I take 10-15 minutes? Yeah, we already have announced that at 7 to 8 o'clock. So, okay, let me conclude this one and then we can continue next week. Okay. Next class. Okay, I will take 5 minutes. All right. Okay. Thank you. So in verse 4, what are our riches? So Paul discusses in length about the riches that we have in Christ. പൗലോസ് വളരെ ആഴത്തിൽ നമുക്ക് ദൈവം തന്നിരിക്കുന്ന എന്തൊക്കെയാണ് അനുഗ്രഹത്തെക്കുറിച്ച് 4-ാം അധ്യായം മുതൽ 4-ാമത്തെ വാക്യം മുതൽ 13-ാമത്തെ വാക്യം വരെയും പൗലോസ് പറയുന്നുണ്ട്. പ്രൈസ് ഗോഡ്. അപ്പം ഞാൻ ഈ ഒരു വാക്യം കൂടെ കവർ ചെയ്ത് വെച്ച് ഞാൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. 4 മുതൽ 14 വരെയും നമ്മുടെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആത്മീയ അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. He has chosen us. Let me read verse 4. Just as he chose us in him before the foundation of the world, that he would be holy and blameless before him in love. Right? Just as he chose us in him before the foundation of the world, that we would be holy and blameless before him. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിനു മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശു ക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തുവല്ലോ. അപ്പം in verse 4 Paul says that God chose us. God chose us in Christ before the foundation of the world. ഈ ലോക സ്ഥാപിക്കുന്നതിന് മുമ്പേ, ഈ ലോക സ്ഥാപനത്തിന് മുമ്പേ we were in God's mind. ദൈവം ഈ ലോകത്തിന് അടിസ്ഥാനം ഇടുന്നതിന് മുമ്പേ God has us in his mind. നമ്മെക്കുറിച്ച് ദൈവത്തിന് പദ്ധതി ഉണ്ടായിരുന്നു ലോക സ്ഥാപനത്തിന് മുമ്പേ. Praise God. He has already chosen us. That's what Paul says here, that why did he choose us? Because there's a purpose to be holy and blameless before him. This is the marvelous. It's a doctrine of election. Salvation begins with God, who chose us even before he created the universe, so that our salvation is wholly of his grace and not on the basis of anything we have done. Praise God. I think that is very clear, right? When ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തു യേശുവിൽ നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. He has chosen us. So we are in the grand plan of God. That's a great grand plan of God. So we are already included in that plan. He has already chosen us in Christ. And why did he choose us? To be holy and without blame. Praise God. Hallelujah. So all of the Godhead in the Trinity are involved in our salvation. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഈ ത്രിയേക ദൈവത്തിന്റെ ആ പങ്കാളിത്തത്തെക്കുറിച്ച് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. കാരണം പിതാവായ ദൈവം അത് പദ്ധതിയിട്ടു. അവൻ പുത്രനായ ദൈവം എന്ത് ചെയ്തു? He implemented that plan, and through Holy Spirit it has come into our life. So in detail we are going to look at what are our riches. We will look at that in our next class. So I'm winding up here. ഞാൻ എൻ്റെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. But I want to give an assignment.